Adira ma'am, Faisal sir, shall we start? Yes, ma'am. Okay. Okay. Faisal sir start ചെയ്തോളൂ കേട്ടോ. All the best. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. Good evening. Good evening, sir. എൻ്റെ പേര്, ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫൈസൽ വടകര. നാട്ടില് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ വടകരയാണ് സ്ഥലം. ഇപ്പോൾ ദുബായിലാണുള്ളത്. ഞാനിപ്പോൾ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുന്നു. ഞാനൊരു ടെലികോം എഞ്ചിനീയർ ആണ്. ട്രെയിനിങ് മേഖലയിൽ കുറച്ചു കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ട്രെയിനേഴ്സ് ടോക്കിന്റെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തിക്കൊണ്ടുവരുന്ന സെഷനിലാണ് ഉള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞ കംപ്ലീറ്റ് ചെയ്ത അവരാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. ട്രെയിനിങ് സെഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരാണ്. ഞാനും 23ാമത്തെ ബാച്ചിലുള്ള ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിന്റെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ മുമ്പൊരിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഒരിക്കൽ കൂടി പുതിയ അടവുകളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനർ പ്രോഗ്രാമിലെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറെ നോളജ് ഉള്ളത് കൊണ്ട് നമുക്കൊരു നല്ല ട്രെയിനറായി മാറാൻ കഴിയില്ല അല്ലെ. ഒരുപാട് നോളജ് ഉള്ള ആളുകൾക്ക് എല്ലാവരിലേക്കും ശരിയായ രീതിയിൽ ആ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയണമെന്നില്ല പലപ്പോഴും. അതിന് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെയൊക്കെ നമുക്ക് ആളുകളിലേക്ക് നല്ല രീതിയിൽ അറിവ് പകർന്നു കൊടുക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തി വരുന്ന ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ എൻറ്റയർലി അതെങ്ങനെയാണ്, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകളിലേക്ക് അവതരിപ്പിക്കേണ്ടത്, ആളുകളോട് എങ്ങനെ പെരുമാറണം, ഈ കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി പഠിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഒട്ടേറെ അവസരങ്ങൾ കൂടി നൽകിക്കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നേറുന്നു എന്നുള്ളതാണ് വിംബിൾ അക്കാദമിയും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റുള്ളവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. കാരണം നമുക്ക് ഒരുപാട് അവസരങ്ങളാണ്. നമ്മളൊരു കോഴ്സ് കഴിയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്നതോടുകൂടി നമ്മൾ ട്രെയിനിങ് മേഖലയിലേക്ക് ഒരു ചുവടുവെപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവസരങ്ങൾ നമ്മൾ തേടി നടക്കേണ്ടി വരും. എന്നാൽ വിംബിളിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസരങ്ങൾ കൊടുക്കുവാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, അതായത് മോർണിംഗ് സർക്കിൾ ഇപ്പോൾ ഏതാണ്ട് 300ഓളം സെഷനുകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 300ഓളം സെഷനിൽ അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടുകയാണ്. അതേപോലെ ഈ ട്രെയിനേഴ്സ് ടോക്ക് 155ഓ 156ഓ സെഷൻ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആളുകളെ പുറത്തേക്ക് വിടുകയല്ല, ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കൂടി വളരാൻ വേണ്ടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് വിംബിൾ അക്കാദമിയുടെ മുദ്രാവാക്യം തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് പാരന്റിങ് എന്നുള്ള ഒരു സെഷനാണ് നമുക്ക് ഇന്ന് ഇവിടെ നമുക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ആതിര മാമാണ്. ആതിര മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാമിന്റെ സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ്. മാം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. മാം MA സൈക്കോളജി ഹോൾഡറാണ്. മാം സ്റ്റുഡൻസ് കൗൺസിലിംഗ് നൽകുന്ന മാം ഒരു കൗൺസിലർ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സബ്ജക്റ്റ്, പോസിറ്റീവ് പാരന്റിങ് എന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ മാമിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു സെഷനിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ വിംബിൾ അക്കാദമിയോടും അതിന്റെ സാരഥികളായിട്ടുള്ള അർച്ചന മാം, അതിന്റെ എല്ലാമായിട്ടുള്ള ഫൈസൽ സാർ, ഇവരോടൊക്കെ എന്റെ നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരം നൽകിയതിന്.
സ്നേഹത്തോടുകൂടി വളരെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അദിന മാമിനെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം, പ്ലീസ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഫസ്റ്റില് ഞാൻ ഫൈസൽ സാറിന് താങ്ക്സ് പറയാണ്. ഇത്രയും നല്ലൊരു സ്വാഗതം അല്ല ഇത്രയും നല്ലൊരു ഇൻട്രോ എനിക്ക് തന്നതിന് ഞാൻ സാറിനോട് പറയാണ്. പിന്നെ അതിലൊരു തിരുത്തുള്ളത്, ഞാൻ കൗൺസിലറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്വാന്തനയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ സൈക്കോളജി കഴിഞ്ഞു, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും നമ്മൾ സൈക്കോളജിസ്റ്റുകൾ ആവത്തില്ല. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് അതിന് ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ ആവത്തുള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ വിമ്പിളിന്റെ ഒരു പാർട്ടാവാൻ പറ്റി. ഞാൻ MA സൈക്കോളജി അവിടെ ചെയ്തപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മോർണിംഗ് സെക്ഷനിൽ ഒരു ലിങ്ക് ഇട്ട് തന്ന് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത്. എനിക്ക് വിമ്പിളിന്റെ ട്രെയിനേഴ്സ് കോച്ചിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആ ഒരു കോഴ്സിന്റെ കണ്ടിട്ട് നോർമലി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയുന്നതും. എന്നെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ മോർണിംഗ് സെക്ഷനിൽ ക്ലാസ്സുകൾ കേൾക്കുമെന്നുണ്ടെങ്കിലും ഒരു ക്ലാസ് പോലെ എടുക്കണം അല്ലെങ്കിൽ എടുക്കാനുള്ള ടാലന്റ് എനിക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഇവരെങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനും എനിക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഫൈസൽ സാറും അർച്ചന മാമൊക്കെ അതിനെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പം അതിന് ഞാൻ വിമ്പിളിനോട് താങ്ക്സ് പറയാണ്. പിന്നെ അർച്ചന മാമിനും ഫൈസൽ സാറിനും എൻ്റെ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും എനിക്ക് തന്ന സപ്പോർട്ടിനും ഓരോ കറക്ഷനും എല്ലാത്തിനും താങ്ക്സ് പറയാണ്. അപ്പൊ ഞാൻ സെക്ഷനിലേക്ക് തുടങ്ങുകയാണ്. നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് പാരന്റിങ് ആണ്. ഫസ്റ്റില് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. പേരന്റിങ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ഒരുവിധം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരൻസ് ആണ്. നമ്മുടെ മക്കള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് അതുപോലെ അനുസരിക്കാറുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അനുസരിക്കാറില്ല. ഇല്ല, എപ്പോഴും ഒന്നുമില്ല. ഇല്ല. ഓക്കെ, ഞാൻ ഇനി അതിലേക്ക് വരാം. നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ ചെറുതാവുമ്പോൾ മുതൽ ഇപ്പൊ അവർ ഇത്തിരി അഡൽട്സ് ഒക്കെ ആയി കാണുമല്ലോ. അപ്പൊ ആ ടൈം വരെ അവരാരെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് കോപ്പി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുണ്ട്, ആദ്യമൊട്ടേ ഉണ്ട്. കോപ്പി വാട്ട് വി ഡു. അതെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കോപ്പി പേസ്റ്റ് പോലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ കണ്ടാണ് വളരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നോ അതൊക്കെ അവർ കോപ്പി ചെയ്യുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം അവരവരുടെ ഫാമിലിയിൽ അതേപോലെ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെ പേരന്റിങ്ങിനെ കുറിച്ച് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ചെയ്തു പഠിക്കുകയായിരുന്നു. ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അതെ. നമുക്ക് ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ഒരു ഫാമിലിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും നമുക്ക് ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. പണ്ട് കുറച്ച് മുന്നേ ഉള്ള നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയും അവരുടെ ഫാമിലിയിൽ 13 മെമ്പേഴ്സ് ഉണ്ട് അല്ലെ 10 മെമ്പേഴ്സ് ഉണ്ട്. അവർ ഈസി ആയിട്ടാണ് അവരുടെ മക്കളെയൊക്കെ പേരന്റിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ്. ഈ കുട്ടികളെ 13 പേരെയൊക്കെ ഇവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവർ ഇത്രയും ബോധേർഡ് അല്ല. ഫാമിലി സിസ്റ്റത്തിലും പേരന്റിങ്ങിലൊന്നും അവർ ഇത്രയും ബോധേർഡ് അല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് മെമ്പറിന്റെ കുട്ടികളെ മിക്കവാറും ഈ 12th 11th 10th ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നോക്കുന്നത്. അത്രയും ഒരു ഏജ് ഡിഫറൻസും അത്രയും ഒരു സപ്പോർട്ടും അവർക്ക് പേരന്റിങ്ങിൽ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യലി ഇച്ചിരി ഡൗൺ ആണെങ്കിലോ എന്തെങ്കിലും റീസൺ ഒക്കെ കൊണ്ട് ഈ 3-4 മെമ്പേഴ്സിനെയൊക്കെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ കൊണ്ടു നിർത്തി പഠിപ്പിക്കാറുമുണ്ട്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് വളർന്നു വരുമ്പം നമ്മുടെ സ്വന്തം ഒരു പേരന്റ് നോക്കുന്നതിന്റെ കൂട്ടായിരിക്കും റിലേറ്റീവ്സ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ലിമിറ്റേഷൻസ് അവരുടെ ആ ബിഹേവിയറിലും ഒക്കെ ഉണ്ടാവാറില്ലേ? നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും.
ഉണ്ട്. അതെ, താങ്ക് യു മാം. അതേപോലെ തന്നെ നമ്മൾ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര കോൺഷ്യസ് ആണ്, നമ്മൾ ഏതൊക്കെ മോഡലിലുള്ള കാറുകൾ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ നോക്കും. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റുകൾ വേണം എന്നൊക്കെ നമ്മൾ വളരെ ബോധേർഡായിട്ടാണ് ഒരു കാറ് വാങ്ങിക്കുന്നത്. എല്ലാ ഷോറൂമുകളിലും കയറി ഇറങ്ങി നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഫീച്ചേഴ്സ് തരുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ടാണ് നമ്മൾ കാറ് വാങ്ങിക്കുന്നത്. കാറ് വാങ്ങിച്ചാൽ തന്നെ നമ്മൾ അതിന് എന്തൊക്കെയാണോ അവരുടെ ആ മാനുവലി പറയുന്നത് അതുപോലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഒരു 5000 കിലോമീറ്റർ ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1 month ആകുമ്പോഴോ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യും. അല്ലെങ്കിൽ സെക്കൻഡ് സർവീസ് നമ്മളോട് 10,000 ആകുമ്പോൾ ചെയ്യും. ഓയിൽ ചേഞ്ച് പറയുന്നതോ അവർ കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാറിന് എന്ത് സംഭവിക്കും? ഫങ്ഷനിങ് പ്രോപ്പർ ആവില്ല. അതെ അംബിക മാം, അതിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആവില്ല, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടക്കും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഇടിച്ച് കിടക്കാനുള്ള ചാൻസും അത് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതേപോലാണ് നമ്മൾ ഒരു വീട് വെക്കുന്നത്. വീട് വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഡ്രോയിങ് വീടിന്റെ എടുക്കും. സ്ഥലം നല്ല സ്ഥലമാണെന്ന് നോക്കും. സ്ഥലം നോക്കും. അതെ അതെ അതെ, നമ്മുടെ സ്ഥലം നമ്മൾ നോക്കും. എന്നിട്ട് നമ്മൾ ആ സോയിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ അതിനകത്ത് കെട്ടണം, അതെന്താണ് വേണ്ടുന്നത്, റോക്ക് വെച്ചാണോ കെട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനെ കെട്ടിയാൽ മതിയോ, ബെൽറ്റ് വാർക്കണോ, പില്ലറി ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് അതിന്റെ ബോൾ കെട്ടുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ബ്രിസ്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഹോളോ ബ്രിസ്ക് ആണോ വേണ്ടുന്നത്, വെട്ടുകല്ലാണോ നല്ലത്, നമ്മുടെ ബഡ്ജറ്റിൽ റോക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിക്കും. ഒരു 2 or 3 തലമുറയ്ക്കൂടെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് വേണം എന്നുള്ള ഒരു മുന്നിൽ കണ്ടിട്ടാണ് നമ്മളൊരു വീട് വെക്കുന്നത് പോലും. നമ്മൾ ഇങ്ങനൊന്നും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടിന് എന്ത് സംഭവിക്കും? കാറ്റും മഴയും ഒക്കെ വരുമ്പോ വിവരം അറിയും. അതെ, കാറ്റും മഴയൊക്കെ വരുമ്പോ നമ്മുടെ വീട് പോകും. അപ്പൊ നമ്മൾ കാറ് വാങ്ങിക്കുമ്പോഴും വീട് ചെയ്യുമ്പോഴും എല്ലാം ഇത്രയും കാര്യങ്ങളിൽ കോൺഷ്യസ് ആണ്. എന്നിട്ട് ഒരു പേരന്റിങ്ങിൽ മാത്രം നമ്മളത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്ന അതേ രീതി തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല പേരന്റിങ് ആണെങ്കിൽ പോലും. അങ്ങനെ ഒരു നല്ല പേരന്റിങ് കിട്ടാത്തവരെന്ത് ചെയ്യും? അവർക്ക് അവരുടേതായ രീതിയിലുള്ള പേരന്റിങ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് മെറിറ്റ്സും കാണും, ഒരുപാട് ഡിമെറിറ്റ്സും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പേരന്റിങ് എന്നുള്ളത് ഒരു ആർട്ടാണ് അല്ലെ? പേരന്റിങ് അപ്പൊ എന്താണ്? പേരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പേരന്റിംഗ് എന്ന് പറഞ്ഞാല് ഡിസിപ്ലിനോട് നമ്മുടെ കൂടി കുട്ടികളെ ആത്മവിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി വളർത്തുക. അവർക്ക് ആത്മവിശ്വാസം, നമ്മളോട് നല്ലൊരു ബന്ധം ഉണ്ടാകുന്ന രീതിയിൽ വളർത്താൻ കഴിയും. അതെ, താങ്ക് യു ഫൈസൽ സാർ, താങ്ക് യു സൂസൻ മാൻ. ഒരു കുഞ്ഞിനെ നമ്മൾ ജനനം മുതൽ ഒരു പേഴ്സൺ ആവുന്നത് വരെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് അല്ലെ? ജനനം മുതൽ ഒരു പേഴ്സൺ ആവുന്നത് വരെ അവരെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേരന്റിങ് എന്ന് പറയുന്നത്. അവർക്ക് നമുക്ക് ഫിസിക്കലി, സോഷ്യലി, ഇമോഷണലി ഒക്കെ നമുക്ക് അവർക്ക് ഗൈഡ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കെയർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? പേരന്റിങ്. അവർക്ക് കോൺഫിഡൻസും ഇതെല്ലാം അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. കോൺഫിഡൻസും അവർക്ക് ഡിസിഷൻ മേക്കിങ്ങും ഒപ്റ്റിക്കൽ തിങ്കിങ്ങും എല്ലാ പ്രോസസ്സുകളും അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പേരന്റിങ് എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്പ് പേരന്റിങ് ഉണ്ട്. ആ പേരന്റിങ്ങിന് പോകുന്നതിന് മുൻപ് ഞാനൊരു സ്റ്റോറി പറയാം. ഒരു അച്ഛനും ഒരു മകനും കൂടെ ഒരു സായാഹ്നം ഒരു പാർക്കിലേക്ക് പോവുകയായിരുന്നു. ആ പാർക്കിലേക്ക് അവരെത്തുമ്പം വളരെ ചെടികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു പാർക്കായിരുന്നു, വിശാലമായ പാർക്കായിരുന്നു അത്. ആ കുട്ടി നോക്കുമ്പം അവിടെ മനോഹരമായ പട്ടം, ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികൾ അവിടെ പറത്തുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി, എനിക്കും ഒരു പട്ടം പറത്തണം. കുട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്കും ഒരു പട്ടം വേണം അച്ഛാ, എനിക്കും പട്ടം പറത്തണം. അച്ഛൻ ഒരു പട്ടം കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു. കുട്ടി ആ പട്ടം പറത്തി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കുട്ടിക്ക് തോന്നി, ഈ പട്ടം ഒന്നുകൂടെ പൊക്കത്തില് ഉയരത്തില് പറക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നുകൂടെ മനോഹരമായിരിക്കും, ഒന്നുകൂടെ എനിക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ പട്ടം
പൊട്ടിക്കാൻ പോവുകയാണ്, ഇത് കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പോകാൻ വേണ്ടി, അപ്പൊ ഒന്നുകൂടെ മനോഹരമായിരിക്കും എന്ന് കുഞ്ഞ് പറഞ്ഞു. ഇത് കേട്ടിട്ട് അച്ഛൻ മറുപടി പറയാൻ തുടങ്ങി. അതുപോലും കേൾക്കാതെ കുഞ്ഞ് എന്ത് ചെയ്തു? പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പട്ടം മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോയി. അപ്പം ഈ പട്ടം കണ്ടിട്ട് കുഞ്ഞ് വളരെ സന്തോഷത്തോടെ അത് ആസ്വദിച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പട്ടത്തിന് എന്ത് സംഭവിച്ചു? ആ പട്ടം ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ തട്ടി താഴേക്ക് പോരുന്നു. കുട്ടിക്ക് അത് കണ്ടിട്ട് എന്ത് വന്നു? സങ്കടം വന്നു. കുട്ടി ചോദിച്ചു, എന്താണ് അച്ഛാ, എന്ത് പറ്റി എന്റെ പട്ടത്തിന്? ഞാൻ അത് ഉയരങ്ങളിലേക്ക് പോകാനല്ലേ അതിന്റെ നൂല് ഞാൻ പൊട്ടിച്ചത്. എന്നിട്ട് അതിന്റെ നൂല് എന്താണ് നൂല് പൊട്ടിച്ചിട്ടും അത് താഴേക്ക് വരുന്നത്? അച്ഛൻ മറുപടി പറഞ്ഞു, മോനെ, ആ നൂല് പൊട്ടിച്ചത് കൊണ്ടാണ് അത് താഴേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ പട്ടം മുകളിലേക്ക് പോകുമായിരുന്നു. ഈ കാറ്റ് വന്നത് അതിന്റെ എതിർ ദിശയിലാണ്. കാറ്റ് വരുമ്പോൾ നൂലിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പട്ടം അതിനെ ഓവർകം ചെയ്യുന്നത്. നൂലിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പട്ടം പൊട്ടിപ്പോയതെന്ന്. എന്നിട്ട് അച്ഛൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു, ഈ നൂലെന്ന് പറയുന്നത് നമ്മുടെ പേരൻസും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. നമുക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോണൊക്കെ എന്തായി പോവും? താഴേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ നൂല് പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പേരന്റിങ്ങും അല്ലെങ്കിൽ നമ്മുടെ പേരൻസും നമ്മുടെ ഫ്രണ്ട്സും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് തരുന്ന ഒരു മോറൽ മെസ്സേജ് ആണ്. നമ്മൾ പേരന്റിങ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ ടൈപ്സ് ഓഫ് പേരന്റിങ്, പല ടൈപ്പ് പേരന്റിങ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് അതോറിറ്റീവ് പേരന്റിങ്. പേര് പോലെ തന്നെയുള്ള പേരന്റിങ് ആണ് അതോറിറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അതോറിറ്റീവ് പേരന്റില് പേരൻസിന് പറയുന്നത് മാത്രമേ കുട്ടികൾ അനുസരിക്കാവൂ, അത് മാത്രമേ കേൾക്കാവൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റിങ് ആയിരുന്നു അതോറിറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. ഒരു പട്ടാള ചിട്ടയാണ് അവിടെ നടക്കുന്നത്. അതോറിറ്റീവ് പേരന്റിങ്ങില് അച്ഛനോ അമ്മയോ ആരായാലും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കുഞ്ഞിന് അനുസരിക്കാൻ പാടുള്ളൂ. ഹിറ്റ്ലർ റൂള് കേട്ടിട്ടുണ്ടല്ലോ. ഹിറ്റ്ലറിന്റെ പേരന്റിങ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റീവ് പേരന്റിങ് ആയിരുന്നു. ഹിറ്റ്ലറുടെ അച്ഛൻ ഹിറ്റ്ലറിനെ കെട്ടിയിട്ടിട്ട് ഒരുപാട് തല്ലുമായിരുന്നു. ബോധക്ഷയം വരുന്നത് വരെ ഹിറ്റ്ലറിനെ തല്ലുമായിരുന്നു. ആ സമയത്ത് ഹിറ്റ്ലറിന് അങ്ങനെയാണ് നമ്മുടെ ഈ ലോകത്തേക്ക് ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കിട്ടുന്നത് പോലും. അപ്പം അതോറിറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഉപദ്രവിക്കുകയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരന്റിങ്ങും ആണ്. അവർന്ന് പറയുന്ന കുട്ടികളെ ബെൽറ്റ് എടുത്ത് അടിക്കുകയും അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന പേരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അതോറിറ്റീവ് പേരന്റിങ്ങിൽ വളരുന്ന കുട്ടികൾക്ക് വളരെ ഫിയർ ആയിരിക്കും. അവർക്ക് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ അതോറിറ്റീവ് പേരന്റിങ്ങിൽ വളരുന്ന കുട്ടികൾ ക്രിമിനൽസ് ആകാനും ഗുണ്ടാ സംഘങ്ങളിൽ പെടാനും റിപ്പർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പേരന്റിങ് ആണ് പെർമിസീവ് പേരന്റിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതോറിറ്റീവ് പേരന്റിങ്ങിനെ കുറിച്ച് ആരെങ്കിലും അറിയാവോ? ഇല്ല. നെക്സ്റ്റ് പേരന്റിങ് ആണ് പെർമിസീവ് പേരന്റിങ് എന്ന് പറയുന്നത്. പെർമിസീവ് പേരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഹാപ്പിനെസ് ആണ് പെർമിസീവ് പേരന്റിങ്ങിൽ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്നത്. കുട്ടികൾ എന്ത് ചോദിച്ചാലും അതെല്ലാം കൊടുക്കുന്ന പേരന്റിങ് ആണ് എന്തെന്ന് പറയുന്നത് പെർമിസീവ് പേരന്റിങ് എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും അവർ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും. ഒരു പെൻ ചോദിക്കുവാണെങ്കിൽ ഒരു 10 പെൻ കൊടുക്കും. ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു കവർ പെൻസിൽ കൊടുക്കും. ഒരു പൂ ചോദിക്കുവാണെങ്കിൽ ഒരു പൂക്കാലം കൊടുക്കുന്ന പേരന്റിങ് ആണ് പെർമിസീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അവർക്ക് നോ എന്നുള്ളൊരു വേർഡ്സ് പേരൻസ് പറയില്ല. പേരൻസിന്റെ കയ്യിൽ ഉണ്ടായാലും ഇല്ലേലും ഒരു കാര്യങ്ങളും അവർ പറയില്ല. കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കും. സൈക്കിളോ ബൈക്കോ കാറോ എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടത്തിനെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് പെർമിസീവ് പേരന്റിങ്. ഇവർക്ക് ഒരു ജോബ് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ റിജക്ഷനോ ഒക്കെ വരുവാണെങ്കിൽ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ഈ പെർമിസീവ് പേരന്റിങ്ങിൽ വരുന്നത്. പെർമിസീവ് പേരന്റിങ്ങിൽ കുട്ടികളുടെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യത്തില്ല. ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് കുട്ടികളെ നോ പറഞ്ഞ് പഠിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. അവർക്ക് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേരന്റിങ് എന്ന് പറയുന്നതാണ് ഹെലികോപ്റ്റർ പേരന്റിങ്. ഹെലികോപ്റ്റർ പേരന്റിങ് എന്ന് പറയുന്നത്
കുട്ടികളുടെ പറയല് ഹെലികോപ്റ്റർ പോലെ തന്നെ ചുറ്റി നടക്കുന്ന പേരന്റിങ് ആണ് ഹെലികോപ്റ്റർ പേരന്റിങ്. കുട്ടികളുടെ പ്രോബ്ലംസ് ഒക്കെ ഇവര് തന്നെ ഹാൻഡിൽ ചെയ്യും, ഇവര് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള പേരന്റിങ് ആണ് ഹെലികോപ്റ്റർ പേരന്റിങ് എന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ പേരന്റിങ്ങിൽ പ്രോബ്ലംസ് എന്തെങ്കിലും കുട്ടികൾക്ക് വരുവാണെങ്കിൽ അത് ഇവർ സോൾവ് ചെയ്യുകയും ചെയ്യും, ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. കുട്ടികൾക്ക് ഒരു സ്പേസ് കിട്ടത്തില്ല ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്കും ഒരു അമൂൽ ബേബികളെ പോലുള്ള കുട്ടികളായിരിക്കും ഹെലികോപ്റ്റർ പേരന്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവർക്ക് റിജക്ഷൻസും എപ്പോഴും ഡിപ്പെൻഡൻസ് ആയിരിക്കും. റിജക്ഷൻസ് ഒന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരും ഡിപ്പെൻഡിങ് ആയിട്ടുള്ള പേരന്റിങ് ആയിരിക്കും ഈ ഹെലികോപ്റ്റർ പേരന്റിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേരന്റിങ് ആണ് നെക്സ്റ്റ് വരുന്ന പേരന്റിങ് ആണ് ടൈഗർ പേരന്റിങ് എന്ന് പറയുന്നത്. ടൈഗർ പേരന്റിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ സ്ട്രെസ് കൊടുക്കുന്ന പേരന്റിങ് ആണ് ടൈഗർ പേരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അക്കാഡമിക് കാര്യങ്ങളിലായാലും പഠിക്കണം, ഏറ്റവും ടോപ്പിലെത്തണം, കൂടെയുള്ള ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എത്ര മാർക്കുണ്ട് എന്നൊക്കെ പറയുന്ന പേരന്റിങ് ആണ് ടൈഗർ പേരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വളരെ സ്ട്രെസ് ആയിരിക്കും ഈ പേരന്റിങ്ങിലൂടെ ലഭിക്കുന്നത്. നെക്സ്റ്റ് പേരന്റിങ്ങിലാണ് നെഗ്ലക്റ്റ് പേരന്റിങ്. ഇതെന്ന് പറയുന്നത് ആ പേര് പോലെ കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഈ പേരൻസിന് അറിയേണ്ട ആവശ്യമില്ല. കുട്ടികൾ എപ്പം വരുന്നു, എപ്പം പോകുന്നു, എന്ത് ഫുഡ് കഴിക്കുന്നു, പഠിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കത്തില്ല. ഒന്നുകിൽ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ ഈ നെഗ്ലക്റ്റ് പേരന്റിങ്ങിൽ പെടാറുണ്ട്. ഡൈവോഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, പേരൻസിന്റെ കുട്ടികളും ഈ നെഗ്ലക്റ്റീവ് പേരന്റിങ്ങിൽ വരാറുണ്ട്. ഇവർ എപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കാര്യങ്ങൾ മാത്രമേ ഇവരുടെ പ്രയോറിറ്റീസ് ഒക്കെ കുട്ടികളല്ല മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവർ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഇവർ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു പരക്കത്തിൽ കുട്ടികളെ മറന്നുപോയി ജീവിക്കുന്നവരാണ് നെഗ്ലക്റ്റ് പേരൻസ് എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ലോൺലെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവർ ലോൺലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഗുണ്ടാ സംഘങ്ങളിലോ ക്രിമിനൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലങ്ങളിലൊക്കെ അകപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ നെഗ്ലക്റ്റ് പേരന്റിങ്ങിൽ. നെക്സ്റ്റ് പേരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പേരന്റിങ് ആണ്. കെയർ, സ്നേഹം, സപ്പോർട്ട് എല്ലാം കൊടുക്കുന്ന പേരന്റിങ് ആണ് അതോറിറ്റേറ്റീവ്. ഇവർ കുട്ടികളെ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികളുമായിട്ടുള്ള വളരെ ഒരു അറ്റാച്ച്മെന്റിലാണ് അതോറിറ്റേറ്റീവ് പേരന്റ് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് എപ്പോഴും ഒരു സ്ട്രോങ് സെക്യൂരിറ്റി, സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിൽ ഉണ്ടാവാറ് ചാൻസ് ഉണ്ട്. അപ്പൊ അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത് കൊണ്ട് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് എപ്പോഴും ഉള്ളത്. നമ്മളിപ്പം പറഞ്ഞ പേരന്റിങ്ങിൽ ഫസ്റ്റ് വന്നത് അതോറിറ്റേറ്റീവ് പേരന്റിങ് ആയിരുന്നു. അതിൽ ഈ കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫിയർ ആണ്, ഇവരൊരിക്കലും ഡിസിഷൻ എടുക്കത്തില്ല. രണ്ടാമത്തെ പേരന്റ് എന്ന് പറയുന്നത് പെർമിസീവ് പേരന്റിങ് ആണ്. പെർമിസീവ് പേരന്റിങ്ങിൽ കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പേരന്റിങ് ആയിരിക്കും. അടുത്ത പേരന്റിങ് ആണ് നെഗ്ലക്റ്റ് പേരന്റിങ്ങിൽ. ഇതിൽ കുട്ടികൾക്ക് എപ്പോഴും ലോൺലെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പേരന്റിങ് ആണ് പറയുന്നത്. നെക്സ്റ്റ് പേരന്റ് അതോറിറ്റി പേരന്റ് ആണ്. അതെന്ന് പറയുന്നത് കുട്ടികൾക്ക് കോൺഫിഡൻസ് ആയിരിക്കും. ടൈഗർ പേരന്റിങ്ങിൽ കുട്ടികൾക്ക് ഉള്ളത് എപ്പോഴും ഫിയർ അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കും. ഫിയറിനെക്കാട്ടി കൂടുതൽ സ്ട്രെസ് ആയിരിക്കും ഈ പേരന്റിങ്ങിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പേരന്റിങ്ങുകളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു മാതാവാണ്. എന്നെ സംബന്ധിച്ച് ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് മാതൃത്വം എന്ന് പറയുന്നത്. എനിക്ക് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അത്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് എൻ്റെ പേരന്റിങ് ചെയ്യാറുള്ളത്. നമുക്ക് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ഇതൊക്കെ വായിച്ചു നോക്കിയപ്പം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ യൂണിവേഴ്സ് എന്ത് പ്രൊട്ടക്ട് ചെയ്ത് എന്ത് ഇതായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയതുള്ളത്. നമ്മുടെ എഗ്ഗും സ്പാമും കൂടെ ജോയിൻ ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും അതിനെ യൂട്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫൈലേറിയൻ ട്യൂബിൽ കൂടെ സിലിക്കൺ ഫൈബറിന്റെ ഹെൽപ്പോട് കൂടി പോവുകയും ഒരു 6 ദിവസത്തിനുള്ളിലേക്ക് അത് യൂട്രസിലെത്തിയാൽ മതി. യൂട്രസിലെത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് ബ്ലാസ്റ്റോ സിസ്റ്റ് എന്നുള്ള പേരിലാണ് ഇതിനറിയപ്പെടുന്നത്. ഈ യൂട്രസിന്റെ സൈഡിലുള്ള ഭിത്തിയിൽ അത് ഉറച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിൽ ആ ഭിത്തിക്ക് പറയുന്ന പേരാണ് എൻഡ്രോമെർട്ടിയം എന്ന് പറയും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സൈഗോട്ട് ആയിരുന്നു, ഇത് യൂട്രസിലെത്തി ഭിത്തിയിൽ തെറച്ചപ്പോൾ ഇത് ബ്ലാസ്റ്റോസൈറ്റ് ആയി.
ഈ ബ്ലാസ്റ്റോസൈറ്റ് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് ആവാനുള്ള കാരണം ഈ ബ്ലാസ്റ്റോസൈറ്റ് നമ്മുടെ ഓവറിയിൽ നിന്ന് വരുന്ന എഗ്ഗുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണത് അതുകൊണ്ടാണ് നമുക്ക് എഗ് എന്താവുന്നത്, അവിടെ ബ്ലോക്ക് ആയിട്ട് നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. നമുക്ക് വളരെ അതിശയം തോന്നും. ഈ ബ്ലാസ്റ്റോസൈറ്റ് യൂട്രസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ അറിയപ്പെടുന്നത് എംബ്രിയോ എന്നുള്ള പേരിലാണ്. ഈ എംബ്രിയോ വളർന്ന് 9 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 40 വീക്ക് കൊണ്ടാണ് നമുക്ക് ഒരു കുഞ്ഞായിട്ട് മാറുന്നത്. അത് വളരെ അതിശയകരവും അത്ഭുതവുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നുമില്ല, ഒരു ദീർഘവൃത്താകൃതിയാണ്, അതിനൊരു തലയും വാലും ഒക്കെ മാത്രമുള്ളൊരു കുഞ്ഞാണ് വരുന്നത്. അപ്പൊ അതിന് അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിന് ലങ്സും അതിന് നാഡീവ്യൂഹങ്ങളും അതുപോലെ തന്നെ സ്പൈനൽ കോഡും കണ്ണും മൂക്കും അങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെ വരുന്നത്. ഈ എംബ്രിയോയ്ക്ക് വളരാനുള്ള പാർട്ട് എന്ന് പറയുന്നത്, ഈ എംബ്രിയോയ്ക്ക് വളരാനുള്ള പോഷക ഘടകങ്ങളെല്ലാം കൊടുക്കുന്നത് യോക്സാക്ക് എന്ന് പറയുന്ന ബലൂണ് പോലുള്ള ഒരു പാർട്ട് ഈ എംബ്രിയോട് ചേർന്ന് തന്നെ ഉണ്ടായിരിക്കും. അതിനാണ് കുഞ്ഞിനോടുള്ള പുക്കിൽക്കൊടിയായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കുഞ്ഞിന് വളരാനുള്ള പോഷക ഘടകങ്ങൾ കിട്ടുന്നത്. കുഞ്ഞിനുള്ള ഓക്സിജൻ കിട്ടുന്നത് ഈ എംബ്രിയോയെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്ലാസിന്റെ ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, കുട്ടിക്കുള്ള ഓക്സിജൻ കിട്ടുന്നത്. ഒരു 3rd month ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇതിൽ ഫിറ്റസ് എന്ന പേരിലായിരിക്കും നമ്മുടെ എംബ്രിയോ അറിയപ്പെടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുമായിരിക്കും. ഈ പ്ലാസ്മയിൽ തന്നുള്ള അമ്നിക്കോ ഫ്ലൂയിഡ് എന്നുള്ളൊരു ലിക്വിഡ് കുട്ടിക്ക് ആ സമയം തൊട്ട് കുടിക്കാൻ പറ്റും. അപ്പൊ കുട്ടി ഇതിനകത്ത് തന്നെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. കുട്ടിക്ക് പൂർണ്ണ വളർച്ചകൾ എത്തുന്നു. അങ്ങനെ ഒരു 40 ആഴ്ച കൊണ്ട്, ഒരു 9 മാസം കൊണ്ട് കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് നമുക്ക് ദാനമല്ല, നമ്മുടെ എന്തോ ഒരു വരദാനം പോലെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ വളരെ ഇഷ്ടത്തോടെയും വളരെ ടേക്ക് കെയറോടുമാണ് നമ്മളൊക്കെ നോക്കുന്നത്. അത്രയും പ്രൊട്ടക്റ്റ് ആയിട്ട് ഗോഡ് നമുക്ക് തരുമ്പോ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരുമ്പോ, നമ്മുടെ കുഞ്ഞുങ്ങള് അതിൽ നന്നായിട്ടാണ് 0 to 1 years നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെ നമ്മളൊരു 12 വർഷത്തോളം വരും ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ തൽക്കാലം ഒന്ന് ഫ്രീ ആവാൻ പോലും. അത്രയ്ക്ക് ടേക്ക് കെയർ ചെയ്താണ് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുന്നത്. ഞാൻ ഇനി ഈ ഒരു കുഞ്ഞിനെ നമ്മൾ ഒരുപാട് നല്ലൊരു എൻവയോൺമെന്റിലെ പേരൻസും കൂടെയുള്ള ടേക്ക് കെയറും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വളർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇനി ഒരു സ്റ്റോറി പറയാം. ഒപ്പേര വിൻഫ്രയെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒപ്പേര വിൻഫ്രെ. ഓപ്ര വിൻഫ്രെ. യെസ്, അതെ അതെ, ഓപ്ര വിൻഫ്രെ. സൂസൻ മാം കേട്ടിട്ടുണ്ട്. ആരാണ് ഓപ്ര വിൻഫ്രെ? നമ്മളിപ്പോ അവരെ കാണുന്നത് TV ഹോസ്റ്റ് ആയിട്ടാണ്. അതെ അതെ മാം, നമ്മുടെ ടിവിയിലെ ഒരു അവതാരികയാണ്. ഒപ്പേര ഒരു കിരീടം വെക്കാത്ത രാജകുമാരി എന്ന് പറയാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ലേഡിയാണ് ഒപ്പേര വിൻഫ്രെ എന്ന് പറയുന്നത്. ഈ ഒപ്പേര വിൻഫ്രെ 1954 അമേരിക്കയിലെ മിസിസിപ്പി എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു നീഗ്രോ ഫാമിലിയിലാണ് ജനിച്ചത്. ഒപ്പേര വിൻഫ്രെയ്ക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആയതിനു ശേഷമാണ് ഒപ്പേര ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയായിരുന്നു ഒപ്പേര വിൻഫ്രയുടെ ടേക്ക് കെയറിങ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മയായിരുന്നു. ഒപ്പേരയുടെ അമ്മയ്ക്ക് പക്ഷേ കുഞ്ഞിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒപ്പേരയുടെ അമ്മയുടെ ഫാമിലിയിലെ എല്ലാവരും വെള്ളക്കാരുടെ വീട്ടിലെ ജോലിക്കാരായിരുന്നു. അപ്പൊ അമ്മയെ അങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒപ്പേരയുടെ ടേക്ക് കെയറിങ് എല്ലാം ചെയ്തത് അമ്മാമ്മയായിരുന്നു. അമ്മാമ്മ എപ്പോഴും ഒപ്പേരയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, നീ എപ്പോഴും പ്രാർത്ഥിക്കണം, നല്ലൊരു സന്മനസ്സുള്ള വെള്ളക്കാരന്റെ വീട്ടിലെ ജോലിക്കാരി ആവണം എന്നുള്ള രീതിയിലായിരുന്നു ഒപ്പേരയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസ്. അപ്പം കുഞ്ഞു മനസ്സിൽ ഒപ്പേര പറയും, അതല്ല എൻ്റെ ഡെസ്റ്റിനി എന്ന് ഒപ്പേര പറയുമായിരുന്നു. ഒപ്പേരയുടെ പേരന്റിങ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടും ആരും അത്ര ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ടും റിലേറ്റീവ്സും നാട്ടുകാരും എല്ലാം വളരെ വേദനാജനകമായിട്ടാണ് ഒപ്പേരയോട് ബിഹേവ് ചെയ്തത്. അങ്ങനെ ഒപ്പേര ഒരു 14ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുകയും ആ ഡെലിവറിയോട് കൂടി ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് വളരെ ദുരന്തമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഒപ്പേരയുടെ ഫാദർ ഇതറിഞ്ഞിട്ട് ഒപ്പേരയെ അമേരിക്കയിലെ തന്നെ ടെന്നീസ് വാലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഒപ്പേരയുടെ എല്ലാ ടേക്ക് കെയറുകളും ഫാദർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒപ്പേരയുടെ സ്റ്റഡീസ് ഒന്നും ചെറിയ ടൈമിൽ നോക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഫാദർ സ്റ്റഡീസ് ശ്രദ്ധിക്കുന്നു. ഒപ്പേരയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഡയറി എഴുതുക എന്നുള്ളത്. ഒപ്പേരയുടെ ജീവിതം ഈ ദുരന്തപൂർണ്ണമായോണ്ട് ഒപ്പേരയ്ക്ക് എഴുതൽ അതിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫാദറിന്റെ ഒരു ഫ്രണ്ട് ഈ ഡയറി വായിക്കുകയും അദ്ദേഹം പറയുന്നു,
ഇങ്ങനെയുള്ള ഡയറി അല്ല എഴുതേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അങ്ങനെയുള്ള ഡയറി വേണം നമ്മൾ എഴുതാൻ. അങ്ങനെ ഒപ്പേര തന്റെ സ്വപ്നങ്ങൾ എന്താണോ അതിനുള്ള ഡയറിയിൽ എഴുതാൻ തുടങ്ങുന്നു. ഒപ്പേരയ്ക്ക് അങ്ങനെ അവിടെ ഈ കറുത്തവർഗക്കാരുടെ നീഗ്രോസിന്റെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ്, ഒരു സൗന്ദര്യ മത്സരം അവിടെ നടക്കുകയാണ്. അപ്പൊ ഒപ്പേര അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഒപ്പേര വിജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാദേശിക TV ചാനലിലെ ന്യൂസ് റീഡർ ആയിട്ടും അവതാരികയാവാനുള്ള അവസരം ഒപ്പേരയ്ക്ക് കിട്ടുകയാണ്. അവിടെ ഇതൊക്കെ സന്തോഷമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒപ്പേര അറിയുന്നത് ഒരു ഫേമസ് ഡയറക്ടറായ സ്റ്റീവ് ബെറി അദ്ദേഹത്തിന്റെ ഫിലിമിലേക്ക് ആളെ നോക്കുന്നുണ്ട്, റോളൊക്കെ കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒപ്പേര അതിനുവേണ്ടി അപ്ലൈ ചെയ്യുകയും ആ ഒരു ചാൻസ് ഒപ്പേരയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഒപ്പേര ഫിലിമിൽ അഭിനയിക്കുകയും ഒപ്പേരയുടെ ഫിലിമിന് ഓസ്കാർ നോമിനേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒപ്പേര വേൾഡ് ഫേമസ് ആയി തീരുകയാണ്. ഒപ്പേര വേൾഡ് ഫേമസ് ആയി തീരുകയും ഒപ്പേര അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്റർവ്യൂ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരുന്നു. ആ ഷോയ്ക്ക് ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാവുന്നു. 2004 ഒപ്പേര ഷോ എന്ന പേരിൽ ഒപ്പേര അതിനെ ലൈസൻസ് ചെയ്യുന്നു. അങ്ങനെ വർഷാവർഷം വലിയൊരു തുക ഒപ്പേരയ്ക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. 2011 ഒപ്പേര സ്വന്തമായിട്ട് ഒപ്പേര വിൻ ഷോ എന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒപ്പേരയ്ക്കുള്ള ആസ്തി എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. അപ്പൊ അങ്ങനെ ആസ്തിയുള്ള ഒരു ബില്യനർ ആയിട്ടാണ് ഇന്ന് ഒപ്പേര മാറിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുടിലായാലും കൊട്ടാരത്തിലായാലും നമുക്ക് സ്വപ്നം കാണാനുള്ള മനസ്സും വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമായി തീരാം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിട്ട് അവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പോസിറ്റീവ് പേരന്റിങ്ങിന്റെ കുറച്ച് പോയിന്റ്സുകൾ പറയുവാണ്, അതിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി പേരന്റ് എന്നുള്ള രീതിയിലാണ്. കുട്ടികളെ വളരെ നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതല്ല ചൈൽഡ് ഫ്രണ്ട്ലി പേരന്റിങ് എന്ന് പറയുന്നത്. അവരോട് വളരെ സ്നേഹത്തോടും വളരെ ശാന്തമായിട്ടും അവർ പറയുന്നതൊക്കെ കേട്ട് അവർ പറയുന്ന നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേരന്റിങ് ആണ് ചൈൽഡ് ഫ്രണ്ട്ലി പേരന്റിങ് എന്ന് പറയുന്നത്. അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് പഠിക്കാൻ അത്ര കഴിവുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. മണിക്കൂറുകളോളം പഠിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദർ അദ്ദേഹത്തിനെ നല്ലൊരു കോച്ചായ രമാകാന്ത് അജയ്ക്കറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും തന്റെ അനിയന്റെ ടാലന്റുകൾ പറയുകയും അങ്ങനെ ആ കുഞ്ഞിനെ സച്ചിനെ അവിടെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ സച്ചിന്റെ ടാലന്റ് മനസ്സിലാക്കിയ കോച്ച് അദ്ദേഹത്തിന് ഒരു റൂള് മാത്രമാണ് അവിടെ വെച്ചത്. സ്റ്റമ്പിന്റെ മുകളിൽ ഒരു കോയിൻ വെക്കും. ആ ഔട്ട് ആകാതെ സച്ചിൻ കുറെ നേരം കളിക്കുകയാണെങ്കിൽ ആ കോയിൻ സച്ചിന് കൊടുക്കും. അങ്ങനെ സച്ചിൻ ഔട്ട് ആവാതെ കുറെ നേരം കളിച്ചിട്ട് അദ്ദേഹത്തിന് ആ കോയിൻ കിട്ടി. അപ്പൊ സച്ചിൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകൾ, ഏറ്റവും ഇത് കിട്ടിയ പുരസ്കാരങ്ങളാണ് എനിക്ക് ആ കോയിൻ എന്നുള്ളതാണ് സച്ചിൻ പറയുന്നത്. നെക്സ്റ്റ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു നിലയിൽ എത്തിയതെന്ന്. അദ്ദേഹത്തിന് പക്ഷികൾ പറക്കുന്നതിനെ കുറിച്ച് വളരെ എന്തൂസിയാസം ആയിരുന്നു. അദ്ദേഹം അത് വീട്ടിൽ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ നേരെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് കടൽക്കരയിൽ എത്തുകയാണ് ചെയ്തത്. എന്നിട്ട് പക്ഷികൾ പറന്നു പോകുന്നത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. അതിന്റെ തിയറി അദ്ദേഹം പഠിച്ചിട്ടാണ് അദ്ദേഹം നമുക്ക് റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കാൻ പോയത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫാമിലിയില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടുകൾ അവർക്ക് എന്തുമായി തീരാം എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് വാല്യൂസ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ. അവർക്ക് എഡ്യൂക്കേഷൻ മാത്രം അവരെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് കുറെ മൂല്യങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് ഹോണസ്റ്റി, കൈൻഡ്നസ്, റെസ്പെക്ട്, ഷെയറിങ്, റെസ്പോൺസിബിലിറ്റി, ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം വളർത്തിക്കൊണ്ട് വരേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഹോണസ്റ്റി, നമുക്ക് സത്യസന്ധതയുള്ള പേരൻസ് ആണെങ്കിൽ അത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾക്കും അതെന്താവും, ഹോണസ്റ്റി ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും കളഞ്ഞു കിട്ടുവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും. നമ്മൾ ദയോടുകൂടി ഒരു വൃദ്ധയെ റോഡ്
ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് കാണുന്ന കുഞ്ഞും ആ അമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മൾ മുതിർന്നവരോട് റെസ്പെക്റ്റോട് സംസാരിക്കുകയോ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ TV ഓഫ് ചെയ്ത് അവരോട് സംസാരിക്കുകയോ ബസ്സിൽ ഒരു സീറ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആ രീതിയിലായിരിക്കും. ഷെയറിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, ഡൈനിങ് ടേബിളിൽ നിന്നാണ് നമ്മൾ ഷെയറിംഗ് പഠിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് ഒരു പെരയ്ക്കോ മാങ്ങയോ എന്തായാലും കുട്ടികളെ റെസ്പോൺസിബിലിറ്റീസ് ചെറിയ ടൈമിൽ തന്നെ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ ഷൂ വെക്കാനും അവരുടെ യൂണിഫോം വെക്കാനും അവരുടെ ബുക്സ് എടുത്ത് വെക്കാനും ടിഫിൻ ബോക്സ് വെക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന നന്മകൾക്കും അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്കും എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസും അതുപോലൊക്കെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കണം. ഈ അപ്രീസിയേഷൻ ടാങ്കും ലവ് ടാങ്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും അവർക്ക് ചെയ്യാൻ ഉള്ള ടെൻഡൻസികൾ വരികയും അവരത് ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണ് വീണ്ടും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുകയും ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ചെയ്യണം അവരുടെ ഏജിന് അപ്രോപ്രിയായിട്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ്, തേർഡ് പോയിന്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളും ക്ലിയറും ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും കൺസിസ്റ്റൻസിക്കകത്ത് കൊടുക്കുന്നത്. പോസിറ്റീവ് പേരന്റിങ് സ്നേഹത്തോടാണെങ്കിലും അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ ഫോൺ കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഫോൺ യൂസ് ചെയ്യുന്നതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും കൺഫ്യൂഷൻ വരും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതാന്നുള്ള രീതിയിൽ അച്ഛനൊന്ന് പറയുന്നു അമ്മയൊന്ന് പറയുന്നു, ഫാമിലിയിലുള്ളവർ പലരും പലത് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഒരു മൊബൈൽ ഒരു കുട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം അമ്മ അരമണിക്കൂർ ഹോംവർക്ക് ചെയ്താൽ തരാം എന്ന് പറയുവാണെങ്കിൽ കുട്ടി ഹോംവർക്ക് ചെയ്യും, മൊബൈൽ വാങ്ങിക്കും. അടുത്ത ദിവസം അച്ഛനും അതുപോലെ കൊടുക്കുന്നു. അടുത്ത ദിവസം ചോദിക്കുമ്പോൾ കുട്ടി കുറച്ച് ടൈമോട് ചോദിച്ചു, അമ്മ അത് അമ്മ കൊടുക്കുകയാണ്. അങ്ങനെ 1-2 ദിവസം അത് ആവർത്തിക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഇനി മൊബൈൽ തരില്ല. അടുത്ത ദിവസം കുട്ടി ഹോംവർക്ക് ചെയ്യാതെ മൊബൈലിന് വേണ്ടി കിടന്ന് ശാഠ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തും അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലായിട്ട് അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഹോംവർക്ക് ചെയ്താൽ അരമണിക്കൂറേ ഞാൻ തരത്തുള്ളത്. അങ്ങനെ കുട്ടി അത് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ അടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു ആ രീതിയിൽ കുട്ടികൾ അത് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് ആണ് പേരൻസ് ആസ് എ റോൾ മോഡൽ എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ എഡിസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ എഡിസനെ ടേക്ക് കെയർ ചെയ്തത്. എഡിസന് സ്കൂളിൽ നിന്ന് വരുമ്പം ഒരു ലെറ്റർ കൊണ്ടുവന്ന് എഡിസന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അമ്മ അത് വായിച്ചിട്ട് കണ്ണീർ പൊഴിക്കുന്നു. അപ്പൊ എഡിസൺ വന്ന് ചോദിക്കുന്നു, അമ്മ എന്താ സംഭവിച്ചത്? അപ്പൊ എഡിസനോട് അമ്മ പറയുകയാണ്, മോനെ ഇത്രയും ടാലന്റ് ആയതുകൊണ്ട് മോനെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് അവരുടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് അമ്മയാണ് മോനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളും എഡിസനെ പഠിപ്പിക്കാൻ തുടങ്ങുകയും അങ്ങനെ എഡിസന്റെ ടാലന്റ് മനസ്സിലാക്കിയ അമ്മ ഒരു ലാബ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ ലോകം കാണുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റുകളിൽ ഒരാളായിട്ട് എഡിസൺ മാറുകയും ബൾബ് കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എഡിസൺ കുറെ നാളുകൾക്ക് ശേഷം വീട് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ ലെറ്റർ എഡിസന്റെ കയ്യിൽ കിട്ടുന്നത്. എഡിസൺ ഇത് വായിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഇത്രയും മഹത്തായ ഒരു അമ്മ, ഒന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനായ എന്നെ ഇത്രയും വലിയ മഹാനാക്കി മാറ്റിയ ഒരു അമ്മയാണ് ഏറ്റവും മഹത്തരമായ അമ്മ. അമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എങ്ങും എത്തില്ലായിരുന്നു. ഒരു പേഴ്സൺ, ആ അമ്മ എന്ന് പറയുന്ന ആള് കുഞ്ഞിന് വേണ്ടി കുറച്ച് ടൈം മാറ്റിവെച്ച് ടേക്ക് കെയർ ചെയ്തപ്പോഴത്തേക്ക് വേറൊരു സാധാരണ കുട്ടി വേറൊരു ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് നോ കമ്പാരിസൺ പോളിസി എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷവും സമാധാനവുമാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ ആരെയും കമ്പയർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും ആരെയും കമ്പയർ ചെയ്യരുത്. കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് വളരെ സങ്കടമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഒരു മാർക്ക് ചോദിക്കുന്നത് പോലും അവർക്ക് കോൺഫിഡൻസ് കുറയുന്നത് പോലുള്ള ഫീലാണ്. എന്നെക്കാട്ടി ബെറ്റർ ആയിരിക്കും അവൻ, അതുകൊണ്ടല്ലേ അമ്മ ചോദിക്കുന്നത് എന്നുള്ളൊരു ഫീലായിരിക്കും വരുന്നത്. എന്റെ മകളെ സംബന്ധിച്ചാണെങ്കിൽ ഹിന്ദി ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാനും. ഒരു 5th സ്റ്റാൻഡേർഡ് വരെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പൊ 6th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പം ട്യൂഷനൊക്കെ വിട്ട് നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലോ. എന്നാലും എക്സാം എടുത്ത് മാർക്ക് വേണ്ടുന്നതുകൊണ്ട് ആൾ എങ്ങനെയെങ്കിലും ഇരുന്ന് ഗ്രാമറും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിച്ച് അത്യാവശ്യം കുറച്ച് മാർക്ക് വാങ്ങിക്കും. അപ്പൊ അതെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മോക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി 3 മാർക്കുണ്ട്, 5 മാർക്കുണ്ട്. അപ്പൊ അങ്ങനെ ആള്
ഇപ്പം പഠിച്ചിട്ട് 25-ല് ഒരു 17, 18 ആ ഒരു ലെവൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കും. പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് അത് 8th സ്റ്റാൻഡേർഡ് വരെ ഉള്ളത് മാത്രമുള്ളതാണ്. ഹിന്ദി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് പഠിക്കുന്നതും ഇഷ്ടമല്ല. ഹിന്ദി സംസാരിക്കും, ഹിന്ദി ഫിലിം കാണുന്നത് ഇഷ്ടമാണ്, ഇതെല്ലാം ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഹിന്ദി പഠിക്കുന്നത് മാത്രം ഇവർക്ക് ഇഷ്ടമല്ല. ചെറിയ സ്റ്റാൻഡേർഡിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടീച്ചർ വന്നു, അവിടെ ഉള്ള ഒരു ടീച്ചർ വന്നപ്പോൾ ഇവർക്ക് ടീച്ചർ പറയുന്ന മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഇത് മൂന്നും മനസ്സിലായില്ല. അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്റ്റാൻഡേർഡിൽ വന്ന ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇത് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വന്നത്. അപ്പൊ നമ്മളില് കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് അപ്പോളജൈസ് വെൻ യു ആർ റോങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരുന്നത് നോ കമ്പാരിസൺ പോളിസി. അപ്പൊ ഞാൻ കുട്ടിയെ എന്റെ ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് അവർ മിടുക്കരാണ് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ കുട്ടി ഹിന്ദി പിന്നെ തുറക്കില്ലായിരുന്നു. മാർക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആ കുട്ടിക്ക് വരികയും അത് ടേക്ക് കെയർ ചെയ്യുകയും ചെയ്തത്. അപ്പൊ നമ്മൾ കമ്പാരിസൺ പോളിസി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോവുകയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മളൊരു പൂന്തോട്ടത്തിൽ ഒരു ജാസ്മിനും റോസും എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ കുട്ടികൾക്കും യുണീക്ക് ആയിട്ടുള്ള, ഓരോ പൂക്കൾക്കും യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും ഉള്ളത്. ജാസ്മിൻ ആണെങ്കിൽ വളരെ സ്മോൾ ആണെങ്കിലും സ്മെൽ ഉണ്ടായിരിക്കും, റോസ് ആണെങ്കിൽ അതിന്റെ ബ്യൂട്ടി ആയിരിക്കും ഉള്ളത്. അതുപോലെ കാണും നമ്മുടെ കുട്ടികൾക്കും അതേപോലെ തന്നെ ഓരോ ബ്യൂട്ടി ആയിരിക്കും അവർക്ക് വരുന്നത്. നെക്സ്റ്റ് 6th പോയിന്റ് എന്ന് പറയുന്നതാണ് അപ്പോളജൈസ് വെൻ യു ആർ റോങ്. നമ്മുടെ ഫാമിലിയിൽ മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പേരന്റ് അല്ലേ, നമ്മൾ എന്തിനാണ് അവരോട് അപ്പോളജി പറയുന്നത്, സോറി പറയേണ്ട എന്ത് ആവശ്യമാണ് നമുക്കുള്ളത്, നമ്മൾ ഏറ്റവും ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ആളല്ലേ, നമ്മൾ എന്തിനാണ് പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു സമയം കുഞ്ഞിനോടായാലും അത് സോറി പറയണം. ഞാൻ വരുന്ന ടൈം ഒരു 6:30 ആവും. 4 തൊട്ട് എൻ്റെ കുട്ടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, അമ്മ ഇപ്പം വരും. അപ്പൊ ഞാൻ വരുന്ന ടൈമിൽ വളരെ ടയേർഡ് ആണെങ്കിൽ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പിക്ചറൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് എന്നെ പിക്ചർ കാണിക്കാനുള്ള വെയിറ്റ് ചെയ്തായിരിക്കും കുഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്തിട്ട് റെസ്റ്റ് കഴിഞ്ഞ് ചെന്നിട്ട് ഞാൻ കുഞ്ഞിനോട് പറയും, മോളെ സോറി, എനിക്ക് പിക്ചർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അത്ര ടയേർഡ് ആയിരുന്നു. അങ്ങനെ പറയുമ്പോൾ കുഞ്ഞിന് എന്താ തോന്നുന്നത്, അവർക്കൊരു വാല്യൂ ആണ് തോന്നുന്നത്. എനിക്ക് വാല്യൂ ആണ്, അമ്മ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഞാനും ഇവിടുത്തെ ഒരു പാർട്ടാണ് എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു അപ്പോളജി ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്ഥാനം ഒരിക്കലും താഴില്ല, നമ്മൾ ഉയരുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചെറിയ ഏജിലൊക്കെ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫിലിമിനൊക്കെ പോകുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുമായിരുന്നു. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരു 8th ഇയറിലൊക്കെ ആളൊരു ചെയറിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പം ആള് ഭയങ്കര പ്രൗഡായിട്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു പ്ലേസ് കിട്ടുമ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലാണ് കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ വരുന്നത്. നമ്മൾ അപ്പോളജൈസ്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും കൈൻഡ്നെസ്സിനും ഒക്കെ അദ്ദേഹം വളരെ പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജനറലായിട്ട് ജോർജ് എന്ന് പറയുന്ന ആളോട് വളരെ ദേഷ്യം പിടിച്ചിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം കോപം വന്നിട്ട് കോപം കഴിഞ്ഞപ്പം അദ്ദേഹം ആ ലെറ്റർ അയച്ചില്ല, അത് കീറിക്കളയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേഷ്യം വന്നപ്പം അല്ലെങ്കിൽ കോപം വന്നപ്പോൾ ഞാൻ എഴുതിയ ലെറ്ററാണ്, അതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല എന്നുള്ള രീതി. അദ്ദേഹം ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ പറഞ്ഞു, എൻ്റെ ഒരു സഹപ്രവർത്തകനോട് ഞാൻ വളരെ മോശമായിട്ട് കോപം വന്നപ്പം പെരുമാറി, ഞാൻ അതിന് അപ്പോളജി ചോദിക്കുകയാണ്. ഇത്ര അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഈ അപ്പോളജി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ പറയുമായിരുന്നു അദ്ദേഹം സത്യസന്ധതയോടെ ജീവിക്കണമെന്ന്. ആ ഒരു വാക്കുകൊണ്ട് അദ്ദേഹം അത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധി ആയാലും അദ്ദേഹം ചെറുപ്പത്തില് അദ്ദേഹം മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഞാൻ പിന്നെ നോൺ കഴിച്ചിട്ടുണ്ട്, ഗോൾഡ് എടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഗോൾഡ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനോട് ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ സമയത്ത്, ലെറ്റർ എഴുതിയ സമയത്ത് അച്ഛൻ വളരെ ശാന്തനായിട്ട് ആണ് റിപ്ലൈ അയച്ചത്. അദ്ദേഹത്തിനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അത് കാരണം ഗാന്ധിജി സത്യസന്ധത അത് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് സത്യസന്ധത ഫോളോ അപ്പ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. നമ്മുടെ ഫാമിലിക്ക് 7th പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മണിയോ നമ്മൾ
ബിൽഡ് ചെയ്യുന്ന വലിയ ബിൽഡിങ്ങുകളോ ഒന്നും അല്ല വേണ്ടുന്നത്. അവരുടെ ഒരു ഏജിൽ അവർക്ക് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ടൈം കൊടുക്കുക. അവർക്ക് ഏറ്റവും ആവശ്യം അതാണ്. അവരുടെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ അധികം ആവശ്യം വരത്തില്ല. പക്ഷെ അവരുടെ ആവശ്യം വരുന്നത് ഒരു ചെറിയ ഏജിലാണ്. ആ ഏജിൽ അവർ പറയാനുള്ളത് പറയുകയും കേൾക്കാനുള്ളത് കേൾക്കുകയും അവരുടെ ടാലന്റുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക ഉള്ളതാണ്. അവരുടെ ആ ടൈമിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഗെയിം കളിക്കുകയോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസുകൾ കൊടുക്കുകയോ മ്യൂസിക്കുകളോ ഓപ്പൺ ആയിട്ട് എല്ലാവരും അന്താക്ഷരി കളിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ടൈം കൊടുത്തിട്ട് എല്ലാവരുമായിട്ട് ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടുന്നത്. നമുക്ക് ഒരു ക്വാളിറ്റി ടൈം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ക്വാളിറ്റി ടൈമിലൂടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ക്വാളിറ്റി ടൈമിങ്ങിലൂടെ കുഞ്ഞുങ്ങളുടെ ടാലന്റ് എന്നുള്ളതും മനസ്സിലാക്കാം. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ഓടി വന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നതാണ്. ഈ ക്വാളിറ്റി ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടെന്നുള്ള ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ ദി ട്യൂൺ എന്ന് പറയുന്നത്. നോട്ട് ദി ചൈൽഡ് എന്നാണ് പറയുന്നത്. നമ്മൾ കുട്ടിയെ നോക്കണ്ട, നമ്മൾ നമ്മുടെ ട്യൂൺ ശരിയാക്കിയാൽ മതി. നമ്മൾ പേരന്റ് എന്നുള്ള സ്ഥിതിക്ക് കുട്ടിയെ ശരിയാക്കാൻ വേണ്ടി നടക്കണ്ട, പേരന്റ് ശരിയായാൽ മതി. നമുക്ക് ദേഷ്യം വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതൊരു അഡ്വൈസ് ആയിട്ട് തോന്നാം. എന്നാൽ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ വളരെ ദേഷ്യത്തിൽ പറയുമ്പോൾ അത് വളരെ ഹേർട്ട് ആയിരിക്കും. നമ്മളൊരു ആണി അടിച്ചിട്ട് ആ ആണി ഊരിയെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു വലിയ ഹോളായിരിക്കും അവിടെ ഉള്ളത്. അതുപോലാണ് നമ്മൾ മൂർച്ചയേറിയ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് സ്നേഹവും കൊടുക്കാം. സ്നേഹത്തെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഉപദേശമായിട്ട് തോന്നാം. നമ്മൾ ഷാർപ്പായിട്ട് പറയുമ്പോൾ അത് വളരെ ഇതായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പേരൻസ് എപ്പോഴും അവരുടെ ടോൺ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. റീൽസും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽ ആയിട്ടുള്ള ഡോപ്പമൈൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. ഈ ഡോപ്പമൈൻ ഒരുപാട് ആവുന്നത് കൊണ്ട് തന്നെ അഡിക്ഷൻ വരികയും കുട്ടികൾക്ക് നമ്മൾ ഈ മൊബൈൽ എടുത്ത് മാറ്റുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഈ മൊബൈൽ കാണുന്നത് കൊണ്ട് ഇവരുടെ പ്രിഫറൽ കോർട്ടെക്സിൽ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. അപ്പം ഇവർക്ക് അറ്റൻഷനോ ഫോക്കസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പൊ പഠനത്തിൽ പോലും കുട്ടികൾ പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ മെമ്മറിയെ ബാധിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഇവർക്ക് നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് ആണ് നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇവർക്ക് വളരെ ക്ഷീണമാണ്. 3-4 മണി വരെ മൊബൈൽ കണ്ടിട്ട് ക്ലാസ്സിലായാലും വന്നിരുന്ന് ഉറക്കമാണ്. ഒന്നും പറയുന്നത് കേൾക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ ഈ കണ്ടിന്യൂസ് മൊബൈൽ കാണുന്നത് കൊണ്ട് ഇവർ അഡിക്റ്റ് ആവുകയും ഫ്രണ്ട്സ് ആയിട്ടോ റിലേറ്റീവ് ആയിട്ടോ ഇവർക്ക് ഒരു കണക്ഷനും ഇല്ല. ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത്. WHO പറയുന്നത് 0 മുതൽ 2 വരെയുള്ള ഏജ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട. 1 വരെയുള്ള ഏജ് ഉള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട. 2-3 വരെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് അവർ കൊടുക്കാം. പക്ഷെ ഫാസ്റ്റ് ആയിട്ടുള്ള കാർട്ടൂൺ അവരെ കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 5 to 18 വരെയുള്ള കുട്ടികൾ 18 വരെയുള്ള കുട്ടികൾക്ക് പറയുന്നത് ഇവർക്ക് മൊബൈൽ മാക്സിമം 2 അവർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് അഡിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 4 hours വരെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് അഡിക്ഷൻ വരും. അവർക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ഒബിസിറ്റി, മെന്റൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് WHO പറയുന്നത്. അപ്പം 0 to 1 വരെയുള്ളവർക്ക് നമ്മൾ മൊബൈൽ കൊടുക്കണ്ട. 2 മുതൽ 3 വരെയുള്ളവർക്ക് ഹാഫ് അവർ ആണ് കൊടുക്കേണ്ടത്. 4 മുതൽ 18 വരെയുള്ള ഇയേഴ്സ് ഉള്ളവർക്കാണ് നമ്മൾ 2 അവർ കൊടുക്കേണ്ടത്. അത് അവരുടെ സ്റ്റഡീസ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് അത്രയും അവർ കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോബ്ലം ഇവർക്ക് ബിഹേവിയറൽ പ്രോബ്ലംസും എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരന്റ് ആവണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വാല്യൂസും കൾച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കൺസിസ്റ്റൻസി ഉണ്ടാവണം. പേരന്റ് എപ്പോഴും ഒരു റോൾ മോഡൽ ആവണം. ഒരിക്കലും കുഞ്ഞുങ്ങളെ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. അപ്പോളജൈസ് വെൻ യു ആർ റോങ്. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങളോട് മിസ്റ്റേക്ക് ചെയ്യണം. 7th പോയിന്റ് ഇവർക്ക് നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുകയാണ്. 8th പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ദി ടോൺ ആണ്, നോട്ട് ദി ചൈൽഡ്. നമ്മൾ ചൈൽഡിനെ അല്ല കൺട്രോൾ ചെയ്യേണ്ട, നമ്മുടെ സ്വന്തം ടോൺ ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ലിമിറ്റഡ് സ്ക്രീൻ ടൈം ഉള്ളതാണ്. ഇത്രയും വലിയൊരു പ്രോബ്ലം ആണ് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഹാപ്പി പേരന്റ് ആണെങ്കിൽ നമുക്ക് ഹാപ്പി ചൈൽഡ് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ സമൂഹത്തിന് നല്ലൊരു കുട്ടിയെ വേണം എന്നുണ്ടെങ്കിൽ പേരൻസും വളരെ നല്ലതാവണം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അപ്പൊ നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കും നല്ല പേരൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. താങ്ക് യു. താങ്ക് യു ആതിര മാം. താങ്ക് യു മാം. പാരന്റിങ് എങ്ങനെയാണ് നല്ലൊരു കുഞ്ഞിനെ വളർത്തേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ചെറിയ ഒരു സമയത്തിനുള്ളിൽ കുറേ അധികം കാര്യങ്ങൾ നിറച്ച് തന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക്. Good evening, Adira ma'am. ഗുഡ് ഈവനിങ്. Susan ma'am. Parnote. Chandra ma'am, you Yeah. can continue. Yeah, sure. Thank you. Thing is, being my matchmate, you did very well. മാമിന്റെ പ്രോഗ്രസ് വളരെ മാറ്റങ്ങളുണ്ട്. ഈ 10-minute സെഷൻസിലൊക്കെ അതിലിരുന്ന് മാമിന്റെ പ്രോഗ്രസ് നല്ല രീതിയിലുണ്ട്. യു ഡിഡ് ഇറ്റ് വെരി വെൽ. ഈ 50 minutes മാം ഓൾമോസ്റ്റ് 50 യു ടുക്ക് ദറ്റ് ഫുൾ ടൈം. നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ട്. ബട്ട് യു ആർ ടെൻസ്ഡ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നല്ല ടോപ്പിക് ആണിത്. ഓൾ ഓഫ് us we need to be very much aware of it. ആൻഡ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല എക്സാമ്പിൾസ് മാം സൈറ്റ് ചെയ്തു. ഒരുപാട് ടോപ്പിക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഫീൽ ആയിട്ടുണ്ട്. ആൻഡ് ഈച്ച് വൺ ഓഫ് us have to be a good parent as an example. പിന്നെ കുറെ ഒരുപാട് എന്താണ് ഇൻസിഡൻസ് മാമിന്റെ ലൈഫിന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. സോ ട്രെയിനിങ് സെഷന്റെ ഓൾമോസ്റ്റ് മാക്സിമം കണ്ടന്റ്സിനൊക്കെ ഫോളോ ചെയ്തിട്ട് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് യു ക്യാൻ സ്റ്റിൽ ഡു ബെറ്റർ മാം. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഇപ്പോഴും അത് കുറവായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഒരുപാട് സ്വെറ്റിംഗ് മാം കണ്ടു. സോ ദാറ്റ് ഷോസ് you have to be more confident. So you can always do better, ma'am. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. ബെസ്റ്റ് വിഷസ് മാം. താങ്ക് യു ചന്ദ്ര മാം. വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. താങ്ക് യു സോ മച്ച്. ഡിയർ ഓൾ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഞാൻ ആ വിൻബിൾ ട്രെയിനിങ്ങിന്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാം കേട്ടോ. ഐ എം റിയലി സോറി, ടൈം വളരെ കുറവാണ്. വി ഹാവ് ദ നെക്സ്റ്റ് സെഷൻ കമ്മിങ്. അപ്പൊ അതുകൊണ്ടാണ്. ജസ്റ്റ് കൺഗ്രാജുലേഷൻസ് പറയാം. Oh, yeah, please. Thank you, ma'am. Thank you so much. Thank you. Thank you. Good session. Thank you. Faisal sir also did a good intro. Missed it. Thank you. Thank you. ഇന്നത്തെ ഈ ഒരു സെഷനിൽ Yes. വളരെ മനോഹരമായ ഒരു ഇൻട്രോ പറഞ്ഞതിന് ഫൈസൽ സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ 1 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത്, ഇനി ഷോർട്ട് സ്പാനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ആതിര മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ഫ്രൈഡേത്തെ സെഷനിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ്. Congratulations to both of you again. Good night all.